കുക്കിംഗ് റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചൂടായ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ നിറം ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയും കാശ്മീരി മുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടി മുരിയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ച് മൊരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് 2 ചെറിയ തക്കാളിയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെമ്മീൻ, ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾക്ക് 2-3 തണ്ട് വേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സ്വാദുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പുട്ടിൻ്റെ കൂടെയോ ഉപ്പുമാവിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.